الحمد لله الحمد لله رب العالمين نحمده ونسلم على محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിന്റെ ചിഹ്നങ്ങളെ നിലനിർത്തിപ്പോരുന്നവരായി, അതിനെ ആദരിക്കുകയും അതിനെ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരെ അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ്. അത് തഖ്വയുള്ള ആളുകൾക്ക് മാത്രമാണ്. വമൻ യുഅല്ലിം ശആഇറല്ലാഹ്, അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുവാൻ സാധിക്കുന്നത് മിൻ തഖ്വൽ ഖുലൂബ്, തഖ്വയുള്ള ഹൃദയത്തിൽ നിന്നാണ് അതിനെ ആദരിക്കുവാൻ സാധിക്കുന്നത്. ഈ ലോകത്തിന്റെ അവസാനം എന്നുള്ളത് ഈ ഭൂലോകത്ത് നിന്ന് അള്ളാഹുവിലേക്ക് ഉയരുന്ന അല്ലാഹു അക്ബർ എന്നുള്ള നാദം അത് നിലയ്ക്കുന്ന സന്ദർഭത്തിലാണ്. ഒരു നിമിഷം പോലും ഈ ലോകത്ത് നിന്ന് അള്ളാഹുവിന്റെ നാമം വാനലോകത്തേക്ക് ഉയരാതിരിക്കുന്നില്ല. ഓരോ നാടിന്റെയും നമസ്കാരത്തിന്റെ സമയം നമ്മൾ എടുത്തൊന്ന് നോക്കുകയാണ് എങ്കിൽ ഇടമുറിയാതെ നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിജയത്തിലേക്ക് വിളിക്കുമ്പോൾ, നമ്മെ നമസ്കാരത്തിലേക്ക് വിളിക്കുമ്പോൾ, ആ വിളിച്ചിടത്ത് വെച്ച് ഉത്തരം നൽകുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. ഈ ഉമ്മത്തിലെ
പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വിളിച്ചെടുത്ത് വെച്ച് നമസ്കരിക്കുക എന്നുള്ളത് അത് അവർക്ക് അർപ്പിതമായിട്ടുള്ള ഒരു കടമയാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയതായി വിശുദ്ധ ഖുർആൻ സൂറത്തു നിസായിലെ 102-ാമത്തെ ആയത്തിലൂടെ കടന്നു പോകുകയാണ് എങ്കിൽ നമസ്കാരത്തെ ജമാഅത്തായിട്ട് നിർവഹിക്കേണ്ടുന്ന ഗൗരവത്തെ ബോധ്യപ്പെടുത്തി തരുന്ന ആയത്തുകളാണ്. അഥവാ ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിലാണ് നിങ്ങൾ നിലകൊള്ളുന്നത് എങ്കിൽ വഇദാ കുൻത ഫീഹിം ഫഅഖംത ലഹും അസ്സലാത്ത, യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ശത്രുക്കൾ മുന്നിലാണ് എങ്കിൽ, അതല്ലെങ്കിൽ ശത്രുക്കൾ മറുവശത്താണ് എങ്കിൽ, അതല്ലെങ്കിൽ യുദ്ധം അതിശക്തമായി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് എങ്കിൽ ആയുധമേന്തിക്കൊണ്ട് ഏത് രൂപത്തിലാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്ന് ഫൽയഖുദു അസ്ലിഹതഹും വഇദാ സജദു ഫൽയകൂനു മിൻ വറായിക്കും, രണ്ടായി പിരിഞ്ഞുകൊണ്ട് സൈന്യം രണ്ട് വിഭാഗമായി മാറി ഒരു വിഭാഗം ഇമാമിന്റെ കൂടെ നമസ്കരിച്ച് ഒരു റക്അത്ത് പൂർത്തിയാക്കുകയും മറു വിഭാഗം വന്ന് അതിലേക്ക് ചേരുകയും അവർ ജാഗ്രത പാലിക്കുകയും ചെയ്യണമെന്നും, സുജൂദിലേക്ക് പോകുമ്പോൾ ഒരു സഫ് മാത്രം സുജൂദിൽ പോവുകയും മറു സഫ് അവരുടെ സുജൂദ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ നമസ്കാരം ആ സുജൂദിലേക്ക് പോകണമെന്നും, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രൂപത്തിൽ സ്വലാത്തുൽ ഖൗഫിനെ വിശദീകരിച്ചു തരികയാണ് ആ സൂറത്തു നിസായിലെ 102-ാമത്തെ ആയത്തിലൂടെ. അതിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, ആ സന്ദർഭത്തിൽ പോലും സൈന്യത്തെ നേരിട്ട് കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എങ്കിൽ പോലും നിങ്ങൾ ജമാഅത്തായിട്ടാണ് നമസ്കരിക്കേണ്ടത്, ഇമാമിന്റെ കൂടെയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. വളരെ ലാഘവത്തോടുകൂടി നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ അതിന് ഒരു അവഗണനാ മനോഭാവത്തോടു കൂടിയാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്. ഈ ജമാഅത്ത് നമസ്കാരം വേറെ പണിയൊന്നുമില്ലാത്ത ആളുകള്, റിട്ടയർഡ് ആയിട്ടുള്ള ആളുകള്, അവർക്ക് വേറെ ജോലികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ പള്ളിയിൽ വന്ന് നിലനിർത്തുന്ന ഒരു സാധനം എന്നുള്ള നിലക്ക് ജമാഅത്ത് നമസ്കാരങ്ങളായി പോയിട്ടുണ്ട് എങ്കിൽ ഈ ഉമ്മത്തിന്റെ വീര്യമാണ് യഥാർത്ഥത്തിൽ അതിലൂടെ ശോഷിക്കുന്നത്. ഒരു ജൂതന്റെ വാക്കുകളുണ്ട്, ഈ ജുമാഅക്കുണ്ടാകുന്ന ആളുകൾ ജമാഅത്ത് നമസ്കാരത്തിൽ ഉണ്ടാകുന്ന കാലത്തോളം, അവരുടെ സുബഹി നമസ്കാരത്തിൽ ഉണ്ടാകുന്ന കാലത്തോളം ഈ ഉമ്മത്തിനെ ഭയപ്പെടേണ്ടതില്ല എന്നാണ്. ഈ ഉമ്മത്തിനെ ഭയപ്പെടേണ്ടതില്ല. ഈ ഉമ്മത്തിന്റെ വീര്യം, അതിന്റെ ശക്തി, അത് ക്ഷയിച്ചു പോകുന്നത് ജമാഅത്ത് നമസ്കാരങ്ങളോട് നമ്മൾ കാണിക്കുന്ന ആ അലസ മനോഭാവമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞവരാണ് ജൂതന്മാർ. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളിലൂടെ കൽപ്പനകൾ കാണാം. നിങ്ങള് നമസ്കാരം നിലനിർത്തണം, സകാത്ത് കൊടുക്കണം, റുക്കൂ ചെയ്യുന്നവരോടൊപ്പം നിങ്ങൾ റുക്കൂ ചെയ്യണം, റുക്കൂ ചെയ്യുന്നവരുടെ കൂടെ കൂടിക്കൊണ്ട് നിങ്ങൾ റുക്കൂ ചെയ്യണം. വിശുദ്ധ ഖുർആൻ സൂറത്തു കലമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ. യൗമ യുക്ശഫു അൻ സാഖിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ പോയി നിൽക്കുന്ന ദിവസം, ആ കണങ്കാലുകൾ വെളിവാക്കപ്പെടുന്ന ദിവസം, യുദഊന ഇല സുജൂദ്, അവരെ ക്ഷണിക്കും, സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി അവരോട് ആവശ്യപ്പെടും. ഫലാ യസ്തതിഊൻ, എന്നാൽ അവരെ കൊണ്ട് സാധിക്കുകയില്ല. ഖാശിയത്തൻ അബ്സാറുഹും തർഹഖുഹും ദില്ല, അവരുടെ കണ്ണുകൾ വിറകൊള്ളുന്നുണ്ടാകും, അവർ നിന്ദ്യത അവരെ ആവരണം ചെയ്തിട്ടുണ്ടാകും. വഖദ് കാനൂ യുദഊന ഇല സുജൂദി വഹും സാലിമൂൻ, അവർ സുരക്ഷിതരായിരിക്കെ, അവർ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന സമയത്ത്, അവർ നല്ല നിലക്ക് കഴിഞ്ഞുകൂടുമ്പോ അവർ സുജൂദിന് വേണ്ടി ഞാൻ ക്ഷണിച്ചിരുന്നു. ആ സമയത്ത് അവർ സുജൂദിന് ഉത്തരം നൽകാത്തത് കൊണ്ടാണ്, അവരെന്റെ വിളിക്കുത്തരം നൽകാത്തത് കൊണ്ട് ഇന്ന് റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യടാ എന്ന് പറയുന്ന സമയത്ത് അവരുടെ നട്ടെല്ലുകൾ വളയുകയില്ല. അവർ കണഞ്ഞു ശ്രമിക്കും. എങ്ങനെയെങ്കിലും റബ്ബിനെ കണ്ടുകൊണ്ട് അവന്റെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ ശ്രമിക്കുമ്പോ അവന് വരായസ്തതിഊൻ, അത് സാധിക്കാത്ത അവസ്ഥ വരുന്നത് ആർക്കാണ്? അവരുടെ മുതുക് വളയാതെ പോകുന്നത്? അള്ളാഹുവിന്റെ സുജൂദിലേക്ക്
ഹയ്യാലൽ സ്വലാ, നമസ്കാരത്തിലേക്ക് വരുവിൻ, ഹയ്യാലൽ ഫലാ എന്നുള്ള വിളി കേട്ടിട്ട് അതിനെ ലാഘവത്തോടുകൂടി അതിന് നെവർമൈൻഡ് കാണിച്ചുകൊണ്ട് അതിനെ തള്ളിക്കളഞ്ഞ ആളുകൾ, അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകാത്തവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിനോട് പഠിപ്പിക്കുന്ന ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരു വിഭാഗം ആളുകൾ മാലിക് ഇബ്നു ഹുവൈരിസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, ഞങ്ങൾ ഒരു സംഘം പ്രവാചകന്റെ കൂടെ താമസിച്ചു. ഒരു 20 ദിവസത്തോളം പ്രവാചകന്റെ കൂടെ ഞങ്ങൾ താമസിച്ചു. ആ പ്രവാചകന്റെ സ്വഭാവത്തെ കുറിച്ച് പറയാണ്, കാന റഹീമൻ റഖീഖ, പ്രവാചകൻ വളരെ ലാഘവത്തോടുകൂടി, ഞങ്ങളോട് അനുകൂലത്തോടുകൂടി, നേർത്ത സ്വഭാവത്തോടുകൂടി, കാരുണ്യത്തോടുകൂടി പെരുമാറിയിട്ടുള്ള പ്രവാചകൻ. ഞങ്ങളുടെ വീട്ടിലേക്ക് 20 ദിവസം പ്രവാചകന്റെ കൂടെ ഇരുന്ന് ദീനൊക്കെ പഠിച്ച് അങ്ങനെ ഞങ്ങൾക്ക് നാട്ടിൽ പോകണം എന്നുള്ള, ഞങ്ങളുടെ കുടുംബത്തിലേക്കൊന്ന് പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങളുടെ മുഖം നോക്കി, ഞങ്ങളുടെ മനസ്സ് കണ്ട് ആ പ്രവാചകൻ ഞങ്ങൾക്ക് അനുമതി നൽകുകയാണ്. ഇർജിഉ, നിങ്ങൾ മടങ്ങിക്കൊള്ളുക, നിങ്ങൾ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയി വരി. വഖൂലു ലഹും വഅല്ലിമൂഹു, നിങ്ങൾ അവർക്ക് നിങ്ങൾ ഇവിടെ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ വീട്ടിൽ പോയി പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ ഗോത്രത്തിൽ, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം. വസല്ലു, നിങ്ങൾ നമസ്കരിക്കണം. ഫൈദാ ഹദറത്തിസ് സ്വലാ, നിങ്ങൾക്ക് നമസ്കാരത്തിന്റെ സമയമായാൽ ഫൽയുഅദില്ലക്കും അഹദുക്കും, നിങ്ങളിൽ ഒരാൾ ഇമാം, നിങ്ങൾ ഒരാൾ ബാങ്ക് കൊടുക്കുകയും ഫൽയഉമ്മുക്കും അക്ബറുക്കും, നിങ്ങളിൽ വലിയവൻ നിങ്ങൾക്ക് ഇമാം ആയിട്ട് നിൽക്കുകയും ചെയ്യട്ടെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഒരുമിച്ച് ആ ജമാഅത്തായിട്ട് ഒരു സമൂഹത്തിലുള്ള ആളുകൾ ജമാഅത്തായിട്ട് നമസ്കരിക്കണം എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ വല്ലദീ നഫ്സി ബിയദി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, ലഖദ് ഹമംതു അൻ ആമുറ ബിഹതബിൻ ഫയഖ്തബ്, ഞാൻ ഒരു ദിവസം വിചാരിച്ചു, ഞാൻ ഒരു ദിവസം കരുതി, അൻ ആമുറ, ഒരു ചാളുകളോട് കൽപ്പിക്കുവാൻ, എന്ത്, അൻ ആമുറ ബിഹതബിൻ ഫയഖ്തബ്, വിറകുകൾ ശേഖരിച്ചു കൊണ്ടുവരുന്നവരോട് വിറക് ശേഖരിച്ചു കൊണ്ടുവരാൻ. സുമ്മ ആമുറ ബിസ്വലാത്തിൻ ഫയുഅദനു ലഹാ, എന്നിട്ട് നമസ്കാരത്തിന് വേറൊരാളോട് ഇമാമ് നിൽക്കാൻ, മറ്റൊരാളോട് ബാങ്ക് കൊടുക്കാൻ, വേറെ തൽക്കാലം ഒരാളെ ഇവിടെ എനിക്ക് പകരമായിട്ട് ഒരാളെ ഇമാമ് നിർത്തിയിട്ട് ഞാനൊന്ന് പിന്നോട്ട് മാറി നിൽക്കാൻ. എന്നിട്ട് ആരൊക്കെയാണ് അയ്യ ഉമ്മന്നാസ് സുമ്മ ഉഖാലിഫു ഇലാ റജുലിൻ ഫഉഹരിഖ അലൈഹിം ഫീ ബുയൂതിഹിം, എന്നിട്ട് നമസ്കാരത്തിൽ ആ ജമാഅത്തുകളിൽ പങ്കെടുക്കാത്ത ആളുകൾ ആരൊക്കെയാണ് എന്ന് നോക്കി അവരുടെ വീടുകളിലേക്ക് കയറിച്ചെന്ന് അവരുടെ വീടുകൾ ചുട്ടുകരിക്കുവാൻ ഞാൻ തീരുമാനിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും കരുണയോടുകൂടി പെരുമാറിയ എന്ന് നേരത്തെ ഹദീസിൽ പഠിപ്പിച്ചിട്ടുള്ള ആ പ്രവാചകൻ, ഒരു ഉറുമ്പിനെ പോലും നിങ്ങൾ ചുട്ടുകരിക്കരുത്, വലാ യുഅദ്ദിബു ബിഅദാബില്ല, നിങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷയെടുത്തുകൊണ്ട് നിങ്ങൾ ആ ചുട്ടുകരിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടുള്ള പ്രവാചകൻ കൽപ്പിക്കുകയാണ്, പറയുകയാണ്, ഞാൻ വിചാരിച്ചു പോയി ആ സുബഹിയുടെ നേരത്ത്, ജമാഅത്തിന്റെ നേരത്ത് ആ കിടന്നുറങ്ങുന്ന ആളുകളുടെ വീട് പോയിട്ട് ചുട്ടുകരിച്ചാലോ എന്ന് ഞാൻ കരുതിപ്പോയി എന്ന് പ്രവാചകൻ പറയുകയാണ്. വലൗലൻ നിസാഉ, അവിടെ സ്ത്രീകളും കുട്ടികളുമില്ല എങ്കിൽ ഞാൻ അത് ചെയ്യുമായിരുന്നു എന്ന്. അവിടെ ജമാഅത്ത് നിർബന്ധമില്ലാത്ത കുട്ടികളും അതേപോലെ തന്നെ സ്ത്രീകളും അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ ആ വീട് അഗ്നിക്കിരയാക്കുമായിരുന്നു എന്നാണ് കാരുണ്യത്തിന്റെ പ്രവാചകൻ പോലും കണിശമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എങ്കിൽ ആർക്കൊക്കെ നമ്മുടെ ഇവിടെ ഇരിക്കുമ്പോ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, ആ വീടിൽ AC ഇട്ടുകൊണ്ട് വളരെ സൗകര്യപ്രദമായ രൂപത്തിൽ നമ്മളൊക്കെ കിടന്നുറങ്ങുന്നുണ്ട് എങ്കിൽ ആ പുതപ്പ് യഥാർത്ഥത്തിൽ അത് ഒരു തീയുടെ അഗ്നികുണ്ഡമായി മാറുവാൻ അല്പസമയം മതി. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അത്തരം ശിക്ഷകളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ട് എങ്കിൽ തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വ തമഅ, അല്ലാഹുവെ കുറിച്ചുള്ള ഭയപ്പാടോടുകൂടി ആ പാർശ്വങ്ങളെ ആ കിടപ്പറകളിൽ നിന്ന് എഴുന്നേറ്റ് വരേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇദാ അൻഖല അഹ്ദുല്ലാഹി വ അഹ്ദു റസൂലിഹി, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള കരാറുകൾ ലംഘിക്കുന്ന ഒരു കാലം വന്നാൽ,
അള്ളാഹുവിനോടുള്ള കരാർ എന്ന് പറഞ്ഞാൽ, അവന്റെ റസൂലിനോടുള്ള കരാർ എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനോടുള്ള കരാർ ഇബാദത്താണ്. അൽ അഹ്ദുല്ലദീ ബൈനനാ വബൈനഹുമുസ് സ്വലാ, എനിക്കും നിങ്ങൾക്കും ഇടയിലുള്ള കരാർ അത് നമസ്കാരമാണ്. വമൻ തറകഹാ വഖദ് കഫർ, ആരെങ്കിലും ആ നമസ്കാരത്തെ ഉപേക്ഷിക്കുന്നവനായാൽ അവൻ കാഫിറാണ്. ആ കരാറ് ആരെങ്കിലും ലംഘിക്കുന്നവനായിട്ടുണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, എന്ത്? സല്ലല്ലാഹു അദുവക്കും വയഅഖുദു മാ ഫീ ഐദീകും, നിങ്ങളുടെ അധികാരത്തിലേക്ക് ശത്രുക്കളെ അല്ലാഹു കൊണ്ടുവരും, എന്നിട്ട് നിങ്ങളുടെ കരങ്ങളിലുള്ളത് അവർ അടിച്ചു മാറ്റും, അവരെടുത്തു കൊണ്ടുപോകും. നിങ്ങളുടെ സ്വന്തം എന്ന് വിചാരിച്ചിട്ടുള്ള നമ്മുടെ പൗരത്വം പോലും ഇവിടെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. നാം റബ്ബിനോടുള്ള കരാർ, ആ അഹദ് നാം നിറവേറ്റുവാൻ തയ്യാറായിട്ടില്ല എങ്കിൽ, ആ പ്രവാചകന്റെ സുനനുൽ ഹുദ, ആ സന്മാർഗത്തിന്റെ ആ വഴി നമ്മൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ നിലനിൽപ്പ് ഇവിടെയില്ല. ആരാണ് യഥാർത്ഥത്തിൽ മാലിക്കുൽ മുൽക്ക്, തുഅ്തിൽ മുൽക മൻ തശാഉ വ തുൻസിഉൽ മുൽക മിമ്മൻ തശാ, അധികാരങ്ങൾ കൈയാളുന്നവൻ ആരാണ്? എല്ലാ അധികാരികളുടെയും അധികാരിയായിട്ടുള്ള റബ്ബാണ്. അവരുദ്ദേശിക്കുന്നവർക്കാണ് അധികാരം നൽകുന്നത്. അവരുദ്ദേശിക്കുന്നവരിൽ നിന്ന് അധികാരം അവൻ പിടിച്ചു വാങ്ങുകയും ചെയ്യും. ആ സന്ദർഭത്തിൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്, അള്ളാഹുവിനോടുള്ള കരാർ, ഈ ഇബാദത്ത്, ആ നമസ്കാരം നിർവഹിക്കുന്ന കാര്യത്തിൽ നിന്ന് നാം പിന്തിരിയുന്ന സന്ദർഭത്തിലാണ് യഥാർത്ഥത്തിൽ ശത്രുക്കൾക്ക് അള്ളാഹു അധികാരം നൽകുകയും നമ്മുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹു റജുലുൻ അഅമ, അദ്ദേഹം അന്ധനായിട്ടുള്ള ഒരു സഹാബിയാണ്. യാ റസൂലല്ലാഹ് ഇന്നഹു ലൈസ ലി ഖായിദുൻ യഖൂദുനി ഇലൽ മസ്ജിദ്, എന്നെ പള്ളിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി കൈപിടിച്ചു കൊണ്ടുവരാൻ ഒരാളുമില്ല, ആരുമില്ലാതെ ഞാൻ വരാൻ എനിക്ക് പ്രയാസമാണ്. വസഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുറഹസ ലഹു, അദ്ദേഹത്തിന് ഒരു ഇളവ് അനുവദിച്ചു കൊടുക്കാൻ പ്രവാചകന്റെ അടുക്കൽ ചോദിക്കുകയാണ്. അപ്പൊ പറഞ്ഞു പ്രവാചകൻ, ഫയുസല്ലി ഫീ ബൈതിക്, വീട്ടിൽ നിന്ന് വരാൻ ആരുമില്ലെങ്കിൽ, കൊണ്ടുവരാൻ ആരുമില്ലെങ്കിൽ നീ വീട്ടിൽ വെച്ച് നമസ്കരിച്ചോ എന്ന് പറയലും, ജസ്റ്റ് അദ്ദേഹം ഒന്ന് തിരിഞ്ഞു പോകുമ്പോ പ്രവാചകൻ വിളിക്കാണ്, ഹൽ തസ്മഉ നിദാ ബിസ്സലാ, നീ നമസ്കാരത്തിന്റെ വിളി കേൾക്കാറുണ്ടോ? നീ ബാങ്ക് കേൾക്കാറുണ്ടോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നഅം, അതെ. ഫാജിബ്, എങ്കിൽ നീ ഉത്തരം നൽകണം. ഫാജിബ്, നീ ഉത്തരം നൽകണം. നമുക്ക് എന്ത് ഇളവാണ് ആ ജമാഅത്ത് നമസ്കാരങ്ങളിൽ നിന്ന് പിന്തിരിയുവാൻ ഏത് ഉദറാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്? നമുക്ക് കാഴ്ചയില്ലേ? നമുക്ക് നടക്കാനുള്ള ശേഷിയില്ലേ? നമുക്ക് വീട്ടിൽ വാഹനങ്ങളില്ലേ? 1ഉം 2ഉം ബൈക്കുകളും കാറുകളും സൗകര്യങ്ങളും വെക്കാൻ സ്ഥലമില്ലാത്ത രൂപത്തിലുള്ള സൗകര്യങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റുപാടുമില്ലേ? എന്നിട്ട് രാവിലെ ഒരു ചെറിയൊരു ബ്ലോക്ക് വന്നാൽ നടക്കാൻ ഡോക്ടർ പറഞ്ഞാൽ കിലോമീറ്ററുകൾ നടക്കാൻ, അപ്പൊ മഞ്ഞും മഴയും നായും ഒന്നും ഒരു പ്രശ്നമില്ല. എന്തിനും എവിടേക്ക് ഓടും? അതിന് ബ്ലോക്ക് വരണം, സ്റ്റോക്ക് വരണം, അതിന് കാത്തിരിക്കാണ്. അപ്പൊ അതിന്റെ മുമ്പ് തന്നെ ആ നേരത്തെ എഴുന്നേറ്റ് അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് ഓരോ കാലുകൾ വെക്കുന്ന സമയത്തും യർഫഉല്ലാഹു ബിഹി ദറജ, നമ്മുടെ പദവികളെ അള്ളാഹു ഉയർത്തിത്തരുകയും വയഹുത്തു ബിഹിൽ ഖതായ, നമ്മുടെ പാപങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു തരുകയും ചെയ്യുന്ന ശ്രേഷ്ഠകരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഒരു സമീപനം നേരത്തെ തന്നെ നമുക്ക് സ്വീകരിക്കാൻ എന്താണ്? അലം യഅനി ലില്ലദീന ആമനു, വിശ്വാസികൾക്ക് സമയമായിട്ടില്ല. ഈ യഖ്ശഅ ഖുലൂബുഹും, അള്ളാഹുവെ കുറിച്ച് ഓർത്തുകൊണ്ട് ഭയവിഹ്വലരാകുന്നതിന് വേണ്ടി നമുക്ക് സമയമായിട്ടില്ലേ? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിന് പോലും കാഴ്ചയില്ലാത്ത, വീട്ടിൽ നിന്ന് ആരും കൊണ്ടുവരാനില്ലാത്ത, വഴി ദുർഘടമായി കിടക്കുന്ന ആ മദീനയിലെ ആ കല്ലുകളിലൂടെ കടന്നു വരുവാൻ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് നിർദ്ദേശിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്, മൻ സമിഅ അന്നിദാ ഫലം യഅതി ഫലാ സ്വലാത ലഹു ഇല്ലാ മിൻ ഉദ്രിൻ. മൻ സമിഅ അന്നിദാ, ആരെങ്കിലും ബാങ്ക് കേട്ടു, എന്നിട്ട് അവൻ ആ ബാങ്കിന് അവൻ ഉത്തരം നൽകുന്നില്ല എങ്കിൽ, അവന് ബാങ്കിന് കൊടുത്ത സ്ഥലത്ത് വെച്ചിട്ട് ആ നമസ്കാരത്തിന് വേണ്ടി അവന് വരുന്നില്ല എങ്കിൽ, അവന്റെ വീട്ടിൽ വെച്ചിട്ടോ അവന്റെ കച്ചവട സ്ഥാപനത്തിൽ വെച്ചിട്ടോ അവൻ നമസ്കരിച്ചുകൊണ്ട് ഫലാ സ്വലാത്ത ലഹു, അവന്റെ നമസ്കാരം അത് പൂർണ്ണമായിട്ടില്ല.
വാജിബ് വീഡിയോ ഇല്ലയോ എന്നുള്ളതല്ല. അവന്റെ നമസ്കാരം അത് പരിപൂർണമായിട്ടില്ല, പൂർണ്ണമായൊരു നമസ്കാരമായിട്ടില്ല. അവന് ഇല്ലാ ബിൽ ഉദ്രിൻ, എത്രയും വലിയ ഉദ്ർ. എന്താണ് എന്നിട്ട് ഉദ്റിനെ കുറിച്ച് പറയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്യാവശ്യമായിട്ടുള്ള വല്ല ഉദ്റുകളും ഉണ്ടെങ്കിലല്ലാതെ എന്ന്. എന്നിട്ട് മൻസറഹു അയ്യൽഖല്ലാഹ വദൻ മുസ്ലിമ, നാളെ റബ്ബിനെ മുസ്ലിമായിക്കൊണ്ട് കണ്ടുമുട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ മുസ്ലിമായിക്കൊണ്ട് മുസ്ലിമായിക്കൊണ്ട് ആരെങ്കിലും മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എങ്ങനെങ്കിലും മരിച്ചാൽ പോരാ. മരിക്കുന്ന സമയത്ത് എങ്ങനെയാകുന്നോ അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പര്യവസാനം നന്നാക്കുന്നത്. അത്രയും കാലം ജീവിച്ചിട്ട് മരിക്കുമ്പോ വലിയ ഈമാനൊന്നും ഇല്ലാതെയാണ് മരിച്ചതെങ്കിൽ അത് പരാജയമാണ്. അത്രയും കാലം മോശമായി നടന്നിട്ട് മരിക്കുന്ന സമയത്താണ് ഈമാൻ കിട്ടിയത് എങ്കിൽ അതാണ് പരിഗണിക്കപ്പെടുന്നത്. ചരിത്രങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് ഈമാൻ കിട്ടി മരിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവൻ ആ നമസ്കാരം അത് വിളിച്ചെടുത്ത് വെച്ച് നിർവഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ ഒരു ചര്യ, ജമാഅത്ത് നമസ്കാരം എന്നുള്ള ഒരു ചര്യ അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വീടുകളിലോ നിങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലോ വെച്ച് നിങ്ങൾ പിന്തിരിയന്മാർ നമസ്കരിക്കുന്നത് പോലെ നിങ്ങൾ നമസ്കരിക്കുകയാണ് എങ്കിൽ ലതറക്തും സുന്നത നബിയിക്കും, പ്രവാചകന്റെ ചര്യയാണ് നിങ്ങൾ ഉപേക്ഷിച്ചത്. വലൗ തറക്തും സുന്നത നബിയിക്കും ലവലൽതും, നിങ്ങൾ പ്രവാചകന്റെ ചര്യ ഉപേക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ ലവലൽതും, നിങ്ങൾ വഴികേടിലാകും. വമാ മിൻ റജുലിൻ യതതഹറു വയുഹ്സിനു തുഹൂറ, വീടുകളിൽ നിന്നൊരാൾ ഏറ്റവും നന്നായി വുളു എടുത്തുകൊണ്ട് അങ്ങാടിയിലേക്ക് മീൻ വാങ്ങാൻ വരുമ്പോ, സാധനം വാങ്ങാൻ ഏതായാലും അങ്ങാടി കൊണ്ട് തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പള്ളി കയറുന്നതും അതല്ലാതെ വീടുകളിൽ നിന്ന് ജമാഅത്ത് നമസ്കാരം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരുന്നതും രണ്ടും തമ്മിൽ മാറ്റമുണ്ട്. വീടുകളിൽ നിന്ന് വുളു എടുത്തുകൊണ്ട് ശുദ്ധീകരണം വരുത്തിക്കൊണ്ട് നന്നായി ഓരോ പാദങ്ങൾക്കും ഓരോ കാലടികൾക്കും അല്ലാഹു അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും പദവികൾ ഉയർത്തുകയും അവന് നന്മകൾ രേഖപ്പെടുത്തുകയും ചെയ്യും. ലഖദ് റഅയ്തുനാ വമാ യതഹല്ലഫു അൻഹാ ഇല്ലാ മുനാഫിഖുൻ മഅലൂമുൻ നിഫാഖ്, പച്ച കാപട്യമുള്ളവരല്ലാതെ, നിഫാഖ് കൊണ്ട് അറിയപ്പെട്ടവരല്ലാതെ, അറിയപ്പെട്ട മുനാഫിക്കല്ലാതെ ഈ ജമാഅത്ത് നമസ്കാരത്തിൽ നിന്നും ഞങ്ങളുടെ കൂട്ടത്തിൽ പിന്തിരിയാറില്ല. ലഖദ് കാന റജുലു യുഅതി ബിഹാ ഹാദൈനി റജുലൈനി ഹത്താ യുഖാമ ഫീഹി സഫ്, ഞങ്ങളുടെ കൂട്ടത്തിൽ നേരെ നടക്കാൻ കഴിയാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, രോഗങ്ങൾ അനുഭവിക്കുന്ന, വാർദ്ധക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ രണ്ടാളുകളുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഏച്ച് ആ പ്രവാചകന്റെ മാതൃക പോലെ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പനിപിടിച്ച് രോഗശയ്യയിലായി ആ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളിൽ കൈവച്ചുകൊണ്ട് വെച്ച് പള്ളിയിൽ വന്നതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ അശക്തരായിട്ടുള്ളവർ, രോഗികളായിട്ടുള്ളവർ, വാർദ്ധക്യത്തിലുള്ളവർ അവരൊക്കെ ഓരോ ജമാഅത്ത് നമസ്കാരങ്ങൾക്കും വരാറുണ്ടായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹാബത്ത് ഉദ്ധരിക്കുകയാണ്. നാം എവിടെയാണ്? ഓരോ ബാങ്കുകൾ വിളിക്കുന്ന സന്ദർഭത്തിലും നാം എവിടെയാണ് എന്നുള്ളത് ഒന്ന് ആലോചിക്കുകയും മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ടോ എന്ന് ഗൗരവകരമായി ആലോചിക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ وعلى آله فمن تبعهم بإحسان إلى يوم الدين أما بعد أوصيكم إياي بتقوى الله. അള്ളാഹുവെ സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ
ദീനിന്റെ ചിഹ്നങ്ങൾ നിലനിർത്തുക, അത് കൊണ്ടു നടക്കുക എന്നുള്ളത് ചൊക്കവയുള്ള ഹൃദയങ്ങൾക്ക് മാത്രമാണ് സാധിക്കുന്നത്. മനസ്സിൽ കാപട്യമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭാരമായിട്ട് അനുഭവപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും കേട്ടതായിട്ട് പറയുകയാണ്, ലയൻതഹിയന്ന അഖ്വാമുൻ അൻ വദഇഹിമുൽ ജമാഅത്ത്. ഈ ഉമ്മത്തിൽ ഒരു സമുദായം കടന്നു വരും, ഒരു ജനവിഭാഗം ഈ ഉമ്മത്തിൽ ഉണ്ടാകും. അവരുടെ പ്രത്യേകത, അവർ ജമാഅത്ത് നമസ്കാരങ്ങൾ ഉപേക്ഷിക്കുന്നവരായിരിക്കും. ഔ ലയഖ്തതിമ അല്ലാഹു അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന് അല്ലാഹു സീലിട്ടിട്ടുണ്ടാകും. എന്തു പറഞ്ഞാലും അവർക്ക് മനസ്സിലാവുകയില്ല, അവരുടെ ഹൃദയത്തിലേക്ക് കയറുകയില്ല, ഒരു ഉപദേശങ്ങളും അവർക്ക് ഫലിക്കുകയില്ല. ഇതൊക്കെ വളരെ നിസാരമായിട്ട് അവർ കാണും. അവരുടെ ഈമാൻ അവരുടെ ഹൃദയത്തിലേക്ക് ആ ദീനിന്റെ മാധുര്യം ഉൾക്കൊള്ളുവാൻ അവരെ കൊണ്ട് സാധിക്കുകയില്ല. ഹൃദയത്തിന് സീല് വെക്കപ്പെട്ടു പോയി. അവർ അശ്രദ്ധവാന്മാരുടെ കൂട്ടത്തിലായിരിക്കും. അവരെ അശ്രദ്ധവാന്മാരുടെ കൂട്ടത്തിലാണ് ഗണിക്കപ്പെടുന്നത്. കാര്യങ്ങളൊന്നും അറിഞ്ഞാലും തലയിലേക്ക് കയറാത്ത, ദുനിയാവിന്റെ നൂറുകൂട്ടം ചിന്തകളുമായിട്ട് ഷോലുകളുമായിട്ട് മാത്രം നടക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സലാത്തുൽ ജമാഅത്ത്, അതേപോലെ തന്നെ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ. ഈ സ്വലാത്തുൽ ജമാഅത്തും നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും ഇതേപോലെയുള്ള സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബലാഅകൾ, അവരുടെ പരീക്ഷണങ്ങൾ ലഘൂകരിച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഈ ജമാഅത്തിന് ചില ആളുകൾക്ക് ഒരു നിസ്കാരം കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിയുമ്പോഴേക്ക് അടുത്ത നിസ്കാരമായി. അപ്പൊ ഇത് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കും. അപ്പൊ ഈ പണികളിൽ ഈ ജമാഅത്ത് നമസ്കാരം ഒരു പണിയായിട്ടെടുത്ത, അതിനു വേണ്ടിയിട്ട് സമയം കണ്ടെത്തുവാൻ നമ്മൾ ശ്രമിക്കുമ്പോ, വമൻ തഫറഅ ലി ഇബാദത്തിന് വേണ്ടി ആരെങ്കിലും അവന്റെ സമയം മാറ്റിവെച്ചാൽ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജഅല ബൈന യദൈഹി ഐനൻ, ഐശ്വര്യം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുകയും വയസുദ്ദു ഫഖറഹു, അവന്റെ ദാരിദ്ര്യത്തെ അല്ലാഹു തടുക്കുകയും ചെയ്യും. വഇല്ല, ഇനി ആ നമസ്കാരങ്ങൾക്കും ഇബാദത്തുകൾക്കും സമയം കണ്ടെത്താതെയാണ് അവൻ ഓടുന്നത് എങ്കിൽ യജഅലു ബൈന യദൈഹി ശുഅല, ഓരോ തിരക്കുകൾ അല്ലാഹു അവന് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും വലാ യസുദ്ദു ഫഖറഹു, അവന്റെ ദാരിദ്ര്യത്തെ റബ്ബ് തടുക്കുകയുമില്ല. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷ, ഒരു ജമാഅത്ത് ഒഴിവാക്കുമ്പോ അപ്പൊ മക്കളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി കിടക്കേണ്ടി വരും. ഒരു ജമാഅത്ത് ഒഴിവാക്കുമ്പോ പിന്നെ ഉമ്മാക്ക് പ്രശ്നമായിരിക്കും, ബാപ്പാക്ക് പ്രശ്നമായിരിക്കും. ഇങ്ങനെ ഓരോ തരത്തിലുള്ള ഷോലുകളായിട്ട് ഇങ്ങനെ കൊണ്ട് ഒന്നിനും സമയം കിട്ടാത്ത അവസ്ഥ വരും. അതേ സ്ഥാനത്ത് ജമാഅത്തുകൾ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിന് ഒരു ആശ്വാസം, ഓരോ സമയത്തും നമ്മുടെ പ്രശ്നങ്ങളും ഭാരങ്ങളും ഒക്കെ ഇറക്കി വെക്കാനുള്ള ഒരു അത്താണിയായിട്ട് നമ്മൾ ഈ നമസ്കാരത്തെ നമ്മൾ കാണാം. അത് ആർക്ക് മാത്രമാണ് സാധിക്കുന്നത്? ആ നമസ്കാരം, ആ നമസ്കാരം എന്നുള്ളത് ക്ഷമയോടുകൂടി നമസ്കാരത്തെ നീ ഉപദേശിക്കുക. അതൊക്കെ വലിയ ഭാരമായിട്ട് അനുഭവപ്പെടുന്നത് ഇല്ലാത്തവർക്കാണ്. അപ്പൊ നമുക്കിതൊരു ഷുഗലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ യഥാർത്ഥത്തിൽ മറ്റു ധാരാളം ഷുഗലുകൾ, തിരക്കുകൾ, സുഖമില്ലാതെ പടച്ചോൻ തീരുമാനിച്ചാൽ മതി. ആ വേദനയ്ക്ക് ചെറിയൊരു ഗുളിക കൊണ്ട് കഴിച്ചിലാക്കി തന്നാൽ വലിയൊരു MRI നമുക്ക് ഒഴിവാക്കാം. അപ്പൊ ഇബാദത്തിന് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുമ്പോ ഒരിക്കലും അത് നഷ്ടമല്ല. ഒരു സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ചെല്ലാതെ എഴുന്നേറ്റ് പായുന്നതും അത് ചെല്ലിയിട്ട് പോകുന്നതും റബ്ബിനോട് കുറച്ചുകൂടി നന്ദി കാണിക്കുമ്പോ വലിയ തിരക്കുകൾ അള്ളാഹു നമുക്ക് ഒഴിവാക്കി തരും. അങ്ങനെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുവാനും ജമാഅത്ത് നമസ്കാരം എന്നുള്ളത് അത് ഏതെങ്കിലും ആർക്കെങ്കിലും ചില കാരണവന്മാർക്ക് മാത്രമുള്ള ഒരു ഏർപ്പാടായിട്ട് നമുക്ക് മനസ്സിലാക്കാനില്ല. ഓരോരുത്തർക്കും സ്ത്രീകളുടെ ഉത്തരവാദിത്വം ഓരോ ജമാഅത്തിനും വരലല്ല. നേരെ മറിച്ച് വീട്ടിലുള്ള ആൺകുട്ടികളെയും മുതിർന്നവരെയും അവരുടെ
അവരെ ആ ജമാഅത്തിന് വേണ്ടിയിട്ട് എത്തിക്കുക എന്നുള്ളതാണ് സ്ത്രീകളുടെ ഉത്തരവാദിത്വം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടുകൂടി ജീവിക്കുവാനും ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പള്ളിയുടെ കാര്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. കൂടുതൽ അതിന്റെ ശ്രദ്ധ വേണം എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ പള്ളിയോട് അടുത്ത് നിൽക്കുന്ന ചില ആളുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർസഖി ലോകം നന്നാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അല്ലാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി